It is upon us the changing of times. Welcome, blood red skies, burn in the wake of a world left behind. Da-ya, da-da-dee-da-ya, da-da-dee-da-ya, da-da-dee-da. Da-ya, da-da-dee-da-ya, da-da-dee-da-ya, da-da-dee-da. Can't escape the fallout. Feel the fire rain down. See the shadows rising all around. Can't escape the fallout. Fallout. Down to the ashes, bones are left to dry. Waves of desolation, there's nowhere safe to hide. Da-ya, da-da-dee-da-ya, da-da-dee-da-ya, da-da-dee-da. Da-ya, da-da-dee-da-ya, da-da-dee-da-ya, Oh, when you walk in, I know I'll never be the same again. Oh, you're everything I've dreamt and more. You are the one that I've been waiting for. You take my breath away with every single step you take. My heart has always been an open door, 'cause you're the one that I've been waiting for. Oh, and I would wait for all my days. There's nothing I won't do if it leads me here to you. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ. ആത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്നേഹിച്ചുവേ, പൂർണ്ണമായും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അത് പ്രത്യേകിച്ച് വിവാഹമെന്ന കുദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മകൻ നോയലിനെയും പ്രിയമകൾ നയനയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് സ്വർഗ്ഗം അനുവദിച്ച് നൽകിയ ദിവസമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഇവരൊന്നിക്കുമ്പോൾ, കുടുംബമെന്ന കൂട്ടായ്മയിലേക്ക് ഇവരെ ശക്തിപ്പെടുത്തുമ്പോൾ, വിവാഹമെന്ന കുദാശയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന മക്കളും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഈ കുദാശ അനുഗ്രഹപ്രദമാകുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നൽകി ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ളവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവ്, കാനായിലെ കല്യാണം
ഏറ്റവും ഭംഗിയായി ക്രമീകരിച്ചു കൊടുത്ത നിന്റെ മാധ്യസ്ഥം ഈ ഭവനത്തിൽ നൽകി അനുഗ്രഹിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവ വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറ്റിയ ആ വെള്ളം രുചിച്ചു നോക്കി. ഇത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. പരിശുദ്ധ അമ്മ മാതാവേ, കാനായിലെ അമ്മയുടെ സാന്നിധ്യം, പുത്രൻ്റെ സാന്നിധ്യം അനുഗ്രഹപ്രദമായതുപോലെ ഇന്ന് ഈ ഭവനത്തിലെ ഈ വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്ന മക്കളുടെ ജീവിതത്തിലും അനുഗ്രഹപ്രദമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്നു നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഇവനെങ്കിലും നീ വിഷയായി ലോകത്തിൽ കിട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയ ദയുള്ള മാതാവേ, വിശ്വാസപ്പെട്ട് കണ്ണുനീർ ഭാവിയായി എന്റെ ദയാവചനത്തിൽ മാതാവേ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, വിശുദ്ധ ഔസേ പിതാവേ, സകല വിശുദ്ധന്മാരെ, കാവൽ മാലാഖമാരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നമ്മുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. We're lost inside a dream that will never have to leave. Forever you are mine and I am yours. You are the one that I've been waiting for. Oh, and I would wait for all my days. There's nothing I won't do if it leads me here to you. Oh, and I would wait for all my days. There's nothing I won't do
forget. I wasn't listening. Forget all familiar things. Sun-soaked shores, lost in the evening breeze. You're all I wanted, all I wanted. You're all I wanted, all I wanted. Don't get up, love, please. Elegant, safe place for me to remember all brilliant things. Brushstroke skies, tucked behind cityscapes. You're all I wanted, all I wanted. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വന്യ വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബഹുമാനരായ പീഠന്മാർ, ഇന്ന് വിവാഹമെന്ന ഉദാശയാൽ ഒന്നാകുന്ന സഹോദര സഹോദരി, പരിശുദ്ധമായ ഉദാശയിൽ
പുതിയൊരു ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്. ക്രൈസ്തവ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും കടമകളും നിങ്ങൾ വിവാഹ കുദാശയ്ക്കായിട്ടുള്ള ഒരുക്ക ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഉത്തമ ക്രൈസ്തവ ദമ്പതിമാരായിട്ട് ജീവിക്കുക, ദൈവം ദാനമായി നൽകുന്ന മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുക, അപ്രകാരം നല്ല ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചാണ് അൾത്താരമിത് ആയിരിക്കുക. ഇന്ന് പരിശുദ്ധമായ കുദാശവേളയിൽ നിങ്ങൾ രണ്ടുപേരും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒരു ഉത്തമ ഗൃഹനാഥനാകാനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നസ്രത്തിലെ കുടുംബത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് പഠിപ്പിക്കുന്ന പാഠമാണ്. നീതിമാനായ ഭർത്താവായിരിക്കണം, കഠിനാധ്വാനിയായ ഭർത്താവായിരിക്കണം, അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും കുടുംബത്തെ സംരക്ഷിക്കുന്ന ഭർത്താവായിരിക്കണം. വിഭാഗങ്ങളും വൈദികരും ബഹുമാനപ്പെട്ട ഡീക്കന്മാരും ബന്ധുമിത്രാദികളും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ചുറ്റുപാടും ഒരുപാട് ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ പെട്ടുപോകുന്നത് കണ്ടുമുട്ടുന്നുണ്ട്. പലവിധ കാരണങ്ങളുണ്ട്. എന്നാൽ വളരെയധികം ശ്രദ്ധയോടും കരുതലോടും ദൈവാനുഗ്രഹത്തോടും കൂടെ നയിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരുമിച്ചുള്ള ജീവിതയാത്ര വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ കേന്ദ്രമായി അല്ലെങ്കിൽ നല്ല ഒരു കുടുംബ പശ്ചാത്തലമായി തീരുകയും വലിയൊരു മാതൃകാ കുടുംബമായി ജീവിക്കുവാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥനകൾ, ആശംസകൾ സഹായമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം.
അന്നു മാത്രം പരിപാലനം അന്നു നാഥനും അന്നു മാത്രം പരിപോണത ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രദ്ധിക്കുകയും അങ്ങേ ദാസരായ നോയിന്റെയും നൈനിയുടെയും അങ്ങേ കൃപകാരനെ പൂർവ്വം വർഷിക്കുകയും ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ മുമ്പാകെ ഒന്നാക്കപ്പെടുന്നേക്കും പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ മെന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവളെ കളങ്കരഹിതയും പരിശുദ്ധയുമാക്കി വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു.
കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. Hallelujah, 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 കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുൾ ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. സമൂഹത്തിന്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. നോയൽ ആന്റണി, നൈന ക്ലീറ്റസ്, നിങ്ങൾ വിവാഹിതനാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയുമാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു.
നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരവും ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ആമേൻ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയാൻ അനുഗ്രഹം വരണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. പ്രിയ സഹോദരരെ, തിരുസഭയും സർവ്വലോകത്തെയും വിശേഷിച്ച ഇന്ന് വിശുദ്ധ വിഭാഗത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഖാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകകളായി പ്രശോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട്
വിശുദ്ധ വിഭാഗത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. So
കാരുണ്യവാനായ പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്ക കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹബോധാശയോടുപടിയ അങ്ങ് സംയോജിപ്പ് ചെയ്ത് പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യും. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തെ നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവം, സർവശക്തജകൾ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരും ഭക്തിയോടങ്ങി നന്ദി ചൊല്ലാം. ആയത് യുദ്ധവും രക്ഷയും ന്യായവും തന്നെ ജഗൽ പിതാവേ. ദൈവമേ, പാവന സ്നേഹത്തിൻ ശാന്തി ദിവ്യമഭേദ്യമാം ശൃംഖലയാ സ്ത്രീയും പുരുഷനും ദാമ്പത്യ ബന്ധം ഒന്നായി പ്രതിഷ്ഠിതരായിരുന്നു. സന്താനവർദ്ധനവിനും നരവംശം എന്നും നിലനിന്നു പോരുവാനും നിൻപരിപാലനത്താലെ ശിശുജന്മം മാനവരാശിക്കു ഭൂഷണമാ. ജ്ഞാനസ്നാനത്താലെ വീണ്ടും ജനിച്ചവർ സത്യസഭയെ വളർത്തിടുന്നു. ആകയാമതമായി കൂടെ വാഴും സ്വർഗീയ ഗായക ദിവ്യ പ്രതാപവാനീക്കു നിത്യം മംഗളം പാടി നമിച്ചിടുന്നു. ആ ദിവ്യകാലത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. തിരുമകമങ്ങേ മഹിമയെല്ലാം നിറഞ്ഞ മഹിയും വീണ്ടതും
സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരം രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കട്ടെ. സമനസാമി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തു കൊണ്ടൊരു ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. ഇത് നിങ്ങൾക്ക് അർപ്പിക്കാൻ എന്റെ ശരീരമാകുന്നു. അപ്രകാരമതാഴം പാനപാത്രങ്ങൾ വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിച്ചു തന്റെ ശിഷ്യന്മാർ കൊടുത്തു കൊണ്ടൊരു ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. ഇത് നിങ്ങൾക്ക് അനേകർക്ക് പാപമോചനത്തിനായി ചിന്തപ്പെടാനിത് എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമാണ് ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ആകയാൽ കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ടാകും അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. അന്നു വേണ്ടുന്നോരാഗമെന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. പാപപരീക്ഷയിൽപ്പെടുത്താതെ തിന്മയിൽ ഈ ഉദ്ധാരെ സമീപിച്ച് വിവാഹിതം ആരംഭിച്ച ദമ്പതിമാർ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ല. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസരായ നോയൽ ആന്റണിയെയും നൈന ക്ലീറ്റസിനെയും അങ്ങേ വലത്തുകരം കനിവാർന്ന് നീട്ടുകയും
അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിന്റെ ദാനങ്ങൾ പങ്കുവെക്കുവാനും അങ്ങേ സാന്നിധ്യത്തിന്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരാനും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജരാക്കാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ നയന ക്ലീറ്റസിനെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങേ ദാസനായ നോയൽ ആന്റണിയെയും സ്വർഗീയാനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുൻപാകെ വിവാഹത്തിൽ ഒന്നായി തീർന്ന് അങ്ങേ മേശയെ സമീപിക്കുവാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടള്ളണമേ. എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സുതരുടെ വിശ്വാസം തക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ദൈവത്തിൻ കുഞ്ഞാടിനാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. ഭവനത്തിൽ വരുവാൻ യോഗ്യതയില്ല. അവിടുന്ന് തരം ചെയ്യാൻ മാത്രം മതിയെന്ന് ആത്മാവിൽ സുഖം ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മുടെ ജീവിതത്തിൽ
തിരുഭോജമേ ആത്മാവിൽ നിറയുന്ന ചൈതന്യമേ എൻ സ്നേഹത്തിൻ സൗഭാഗ്യമേ നാഥാ വരണേ എന്റെ ഉള്ളിൽ തൂങ്ങിയ ജീവനാ ആത്മാവിൽ നിറയുന്ന ചൈതന്യമേ എൻ സ്നേഹത്തിൻ സൗഭാഗ്യമേ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഞാനെന്നും നിന്നോടൊന്നായിടുന്നു ആ ദിവ്യ സ്നേഹത്തങ്ങളിലൂടെ അകതാരിൽ നിറയണമേ ആ ദിവ്യ സ്നേഹത്തങ്ങളിലൂടെ അകതാരിൽ നിറയണമേ വരണേ നിന്റെ ഉള്ളിൽ തൂങ്ങിയ ജീവനാ വരണേ നിന്റെ ഉള്ളിൽ തൂങ്ങിയ ജീവനാ തിരുമൂർത്തിയിൽ വാഴും കാരുണ്യമേ നിത്യ സ്നേഹത്തിൻ തിരുഭോജമേ ആത്മാവിൽ നിറയുന്ന ചൈതന്യമേ എൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ സ്വർഗീയമന്നയായി ബലിപീഠേ തിരുമാംസരക്തമായി മാറിയിടുന്നു ആത്മീയ നിറവേലി കൃപയോടെ തിരുമാറിൽ ചേർത്തിടേ ആത്മീയ നിറവേലി കൃപയോടെ തിരുമാറിൽ ചേർത്തിടേ തിരുവോസ്തിയിൽ വാഴും കാരുണ്യമേ നിത്യ സ്നേഹത്തിൻ തിരുഭോജമേ ആത്മാവിൽ നിറയുന്ന ചൈതന്യമേ എൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വരണേ നിന്റെ ഉള്ളിൽ തൂങ്ങിയ ജീവനാ വരണേ നിന്റെ ഉള്ളിൽ തൂങ്ങിയ ജീവനാ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഞാനെന്നും നിന്നോടൊന്നായിടുന്നു ആ ദിവ്യ സ്നേഹത്തങ്ങളിലൂടെ അകതാരിൽ നിറയണമേ
ആദ്യ സ്നേഹത്താൽ കനിവോടെ അകതാരിൽ നിറയണമേ. നാഥാ വരണേ. നിൻപേരുള്ളിൽ നമ്മെ ജീവനാ. നാഥാ വരണേ. നിൻപേരുള്ളിൽ നമ്മെ ജീവനാ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹകുദാശയാലനായി തീർന്ന് അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ പിതാവായ ദൈവം തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകും ദിവ്യഭോജനം സമാപിച്ചു. ദൈവത്തിനു നന്ദി. ജീവിത സഞ്ചാരികളെ വചനം വഴി നവദമ്പതിമാരെ സുഹൃത വഴികൾ to bear the weight
മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയും ഞാൻ നൽകും. ഇന്ന് ഇവിടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും സാക്ഷികളാകാൻ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് എല്ലാവരും. ജീവിതയാത്ര ഒരുമിച്ച് തുടങ്ങുന്ന നയനയും നോയലും ഈ മനോഹര ദമ്പതികളുടെ ഐക്യത്തിനായി പ്രാർത്ഥിക്കാനും ആശംസിക്കാനുമാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സന്തോഷ നിമിഷത്തിൽ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും വെല്ലുവിളികളും ഒരുമിച്ച് പങ്കിടാൻ തീരുമാനിച്ച നയനയും നോയലിനെയും ഈ വിശുദ്ധ ഐക്യത്തിന് ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ഒരുമിച്ച് ആശ്വസിക്കാം. ഒരേ ഹൃദയമായി ഒരേ ആത്മാവായി ഈ വിശുദ്ധ ബന്ധത്തിൽ പ്രവേശിച്ച നമ്മുടെ പ്രിയപ്പെട്ട വരനും വധുവിനും ഒരു നല്ലൊരു കൈയടി കൊടുക്കാമോ? താങ്ക് യു. ഈ സന്തോഷത്തിന് പിന്നിലെ നിശബ്ദ നായകർ ജീവിതത്തിന് ആദ്യ പാഠങ്ങൾ നൽകി. സ്നേഹത്താലും ത്യാഗത്താലും വളർത്തിയ ഈ മനോഹര ദമ്പതികളുടെ ശക്തിയും ആശീർവാദവുമായ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ നോയലിന്റെ പ്രിയപ്പെട്ട പേരൻസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതിനായിട്ട് ജോഷി അങ്കിളിനെയും സോഫി ആന്റിയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നയനയുടെ മാതാപിതാക്കളായിരിക്കുന്ന ക്ലീറ്റസ് അങ്കിളിനെയും നിർമ്മല ആന്റിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നോയലിന്റെ ഗോഡ് പാരന്റ്സ് ആയിരിക്കുന്ന ലെനൻ അങ്കിളിനെയും ജാസ്മിൻ ആന്റിയെയും സ്വാഗതം ചെയ്യുന്നു. നയനയുടെ ഗോഡ് പാരന്റ്സ് ആയിരിക്കുന്ന റജീസ് അങ്കിളിനെയും കത്രീന ആന്റിയെയും സ്വാഗതം ചെയ്യുന്നു. റജീസ് അങ്കിൾ ആൻഡ് കത്രീന ആന്റി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് ഒന്ന് കടന്നു വരാമോ? നെക്സ്റ്റ് നോയലിന്റെ സഹോദരൻ ടുട്ടുമോൻ എന്ന് നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്ന നിതിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നയനയുടെ അച്ചാച്ചനെയും ചേച്ചിയുമാണ് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫോർ ദാറ്റ് ഡോക്ടർ നിർവിൻ ആൻഡ് ഡോക്ടർ അഞ്ജു ആൻഡോയെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നയനയുടെ ചിറ്റയും അച്ചാച്ചനുമാണ് എൽസ ക്ലീറ്റസ് ആൻഡ് ബ്രിൻഡു ക്യാമ്പൽ, ഇരുവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ അച്ഛനായിരിക്കുന്ന ബിബിനച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവസാന്നിധ്യത്തിന്റെ പ്രകാശം ഈ വിവാഹ ജീവിതത്തിൽ എന്നും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ വൈദികരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടും ഏറെ ആദരവോടും കൂടെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഓഡിയൻസിന്റെ ഇതിൽ നിന്ന് എനിക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ബിബിനച്ഛൻ നല്ലൊരു ഗായകനാണെന്ന് ഞാൻ കേട്ടു. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? Yes, yes. So ബിബിനച്ഛൻ, we are waiting for a song, please. പറഞ്ഞിട്ടായിരുന്നു കേക്ക് പ്ലസ് ചെയ്യുന്നല്ലോ. ഓക്കെ, ഞാൻ പ്രിപ്പയർഡ് ഒന്നുമല്ല. ഓക്കെ, ഇപ്പൊ നോയൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്, ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അതാണ് ഞങ്ങളെല്ലാം കൊച്ചിയിൽ നിന്ന് ഓടി വന്നത്. അപ്പോൾ നോയലിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ സ്യൂട്ട് ചെയ്തൊരു ഫിലിം സോങ് പാടാം. അതിനൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ തേടുന്നു. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. അറിയാതെയാണ് കേട്ടോ ആദ്യം ബിബിന്ന് ഞാൻ കയറി വിളിച്ചത്. ഇപ്പോൾ ഈ നിമിഷത്തെ സന്തോഷമാക്കാനും കൂടുതൽ മധുരമാക്കാനും ഒരു പ്രത്യേക മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേക്ക് കട്ടിംഗ്. ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ പുതിയ ജീവിതമായി ആരംഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട നോയലിനെയും നൈനയെയും ഈ മനോഹരമായ കേക്ക് കട്ടിങ്ങിനും അതോടൊപ്പം തന്നെ എല്ലാ വൈദികന്മാരെയും കേക്ക് കട്ടിങ്ങിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവമേ, ഞങ്ങൾ ഈ ധന്യ നിമിഷത്തിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകമായി നോയലിനെയും നൈനയും അങ്ങ് ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് ക്ഷണിച്ചതിനും ഇന്ന് അനുഗ്രഹിച്ചതിനും ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. എന്നും ഏവർക്കും മുമ്പിൽ അങ്ങേ പ്രകാശം പരത്തുന്ന നല്ലൊരു കുടുംബം രൂപീകരിക്കുവാൻ അവരെ എന്നും അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും അങ്ങയുടെ കരം പിടിച്ചു നടക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. അവരിപ്പോൾ പങ്കുവയ്ക്കുവാൻ പോകുന്ന ഈ കേക്കിനെ അങ്ങ് ആശീർവദിക്കണമേ. ഈ മധുരം എന്നും കാത്തു സൂക്ഷിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that round about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Do you love the rain? Does it make you dance when you jump with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. Do you miss the road that you grew up on? Did you get your middle name from your grandma? When you think about you forever now, do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I'm gonna love you.
You're the light in my deepest, darkest doubt. You're my savior when I fall. And you may not think I care for you when you know down inside that I really do. Then it's me you need to show. How deep is your love? Is your love? How deep is your love? I really mean to learn. 'Cause we're living in a world of fools, breaking us down when they all should let us be. We belong to you and me. Na 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 na. Na 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 na. La 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 la. La 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 la. Can you come to me on a summer breeze? Keep me warm in your love and your softly rain. And it's me you need to show. How deep is your love? Is your love? How deep is your love? I really need to learn. 'Cause we're living in a world of fools, breaking us down when they all should let us be. We belong to you and me. How deep is your love? How deep is your love? I really need to learn. 'Cause we're living in a world of fools, breaking us down when they all should let us be. We belong to you and me. How deep is your love? How deep is your love? I really need to learn. 'Cause we're living in a world of fools, breaking us down when they all should let us be. We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day on. From this day on. അങ്ങയുടെ ഫലമായ ഈശോ പിതാവിനും പരിശുദ്ധാത്മാവിനും
Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long, will take this world from this day on. We were wild and young, always on the run. We were wild and young, trying to outrun. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവേ യേശുവേ, അങ്ങ് വിവാഹത്തിൽ ഒന്നാക്കിയ നോയലിനെയും നൈനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവികമായ പദ്ധതിയിലാണ് ഈ മക്കൾ ഇന്ന് വിവാഹത്തിലഴിക്കുന്നത്. ഈ രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ആൾക്കാർക്ക് മുമ്പിൽ വെച്ച് സ്വീകരിച്ച ഈ വിവാഹ കൂദാശ എന്നും ഭദ്രമായി നിലനിൽക്കുവാനും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പരസ്പരം സമർപ്പിച്ചുകൊണ്ട് ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം ഒരുപോലെ ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു ദാമ്പത്യ ജീവിതത്തിന് താങ്ങും തണലുമായി തീരുവാനായിട്ട് നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശക്തമായ പ്രാർത്ഥനയും പിന്തുണയും ഈ മക്കൾക്കുണ്ടാവട്ടെ. എല്ലാവിധ കൃപകളും അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നോയലിനെയും നൈനെയും നമ്മെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സഹോദരങ്ങളെ, ഇവരുടെ ഈ സന്തോഷത്തിൻ്റെ മാധുര്യം നുകരുന്നതിന് വേണ്ടി കേക്ക് കട്ടിംഗ് ആണ്. ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കേക്ക് കട്ട് ചെയ്യുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. Summer 17, soaking in the breeze, forever young and free. Forget everything for what was done, what was done. We were flying under setting sun, the past behind. Can't outrun, oh, what was done, oh. Ooh, ooh. We were wild and young, only just begun. I'm not looking for the answer. I don't need to right the wrong. I'm not looking for redemption, no, for what was done.
I'm not looking for the answer. I don't need to right the wrongs. I'm not looking for redemption. No, for what was done, for what was done. I'm not looking for the answers. I don't need to right the wrongs. I'm not looking for redemption. No, for what was done, for what was done. ചെന്താമരപ്പൂവിങ്കലല്ലേ ഞാൻ കണ്ണിരച്ചുണ്ടല്ലേ പിടിച്ചു പണിക്കൂക്കമല്ലേ തുമ്പപ്പല്ലല്ലേ വാക്കുകളുടെ കച്ചേരല്ലേ മറവി മാനക പൂവല്ലേ ചിത്തരണ്ടാകിയ മുങ്ങകല്ലേ എന്നെ ചുടല്ലേ கொஞ்சம் மிதந்து போகலே And it's spreading
like a wildfire in my heart. A Sunday morning, hallelujah, and it's lasting all week long. Can you hear it? Can you feel it? It's the rhythm of a gospel song. Oh, once you choose it, you can't lose it. There ain't nothing gonna steal my joy. I got an old church choir singing in my soul. I've got a sweet salvation and it's beautiful. I've got a heart overflowing 'cause I've been restored. കണ്ണിൽ മന്ദാര പൂവെല്ലാം
That I wander, turn to mountains that I can't climb. Oh, you are with me, you never leave me. Oh, 'cause there ain't nothing gonna steal my joy. I got an old church choir singing in my soul. I've got a sweet salvation and it's beautiful. I've got a heart overflowing 'cause I've been restored. There ain't nothing gonna steal my joy. No, there ain't nothing gonna steal my joy. പൊൻവീണെ എന്നുള്ളിൽ മൗനം ജന്മങ്ങൾ പുൽകുന്നിൽ നാദം നൽകും. ദൂതും പേരി നീങ്ങും നീങ്ങും മണ്ണിൻ നീങ്ങും ഏതോ കാവ്യം. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണെ എന്നുള്ളിൽ മൗനം ജന്മങ്ങൾ പുൽകുന്നിൽ നാദം നൽകും. വെൺമതികൾ ചോടും വെണ്ണിൻ ചാരുതയിൽ പറന്നേറുന്നു മനം മറന്നാടുന്നു. സ്വപ്നങ്ങൾ നീതും നവരത്നങ്ങൾ വീതും. സ്വപ്നങ്ങൾ നീതും നവരക്തങ്ങൾ വീതും. അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണെ എന്നുള്ളിൽ മൗനം ജന്മങ്ങൾ പുൽകുന്നിൽ നാദം നൽകൂ.
കന്യാവാടികയിൽ മാനിരകളെ നോക്കി കയ്യിൽ കരുകയുമായി വരം നേടുന്നു സ്വയം വരം കൊള്ളുന്നു ഈ മന്ദം പോലെ നവവാസന്തം പോലെ ഹേമന്തം പോലെ നവവസന്തം പോലെ ലയം പോലെ ദളം പോലെ ഹരിതഹരിതഗിരിയിൽ പൊൻവീണി എന്നുള്ളിൽ മൗനമാകും ജന്മങ്ങൾ പുൽകുന്നിൻ നാദം നൽകും മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുക ഗീതം വിരിയും വിരിയും ലാ 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 Clap your hands and stomp your feet till you find that gospel beat, 'cause it's all you'll ever need, all you'll ever need. Clap your hands and stomp your feet till you find that gospel beat, 'cause it's all you'll ever need, all you'll ever need. I've got an old church choir singing in my soul. I got a sweet salvation and it's beautiful. I've got an old church choir singing in my soul. I've got a sweet salvation and it's beautiful. I've got a heart overflowing 'cause I've been restored. There ain't nothing gonna steal my joy. No, there ain't nothing gonna steal my joy. Oh, there ain't nothing gonna steal my joy.